നമസ്കാരം. പുറ്റിങ്ങൽ അമ്മയുടെ ഉത്സവമായിട്ട് എല്ലാവരും തിരക്കിലാണ്. എല്ലാ വീടുകളിലും ഗസ്റ്റുകളും ഒക്കെ ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഇന്ന് അശ്വതി വിളക്ക്, നാളെ ഭരണിയോടുകൂടി ഇവിടുത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ഗജവീരന്മാരും പങ്കെടുക്കുന്ന പൂരമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ആനകളുമായി ബന്ധപ്പെട്ട, ആനച്ചമയവുമായി ബന്ധപ്പെട്ട ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ആനകളുടെ ആനച്ചന്തത്തിനൊരു പ്രധാന ആകർഷണമാണ് അതിൻ്റെ ഹാരം. അതായത് പൂക്കൾ, പലവിധത്തിലുള്ള പൂക്കളും കുരുത്തോലകളും ഒക്കെ ഉപയോഗിച്ച് ആനയ്ക്ക് ഹാരം നിർമ്മിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ജോലിയാണ്. മനോഹരമായ ഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. പരവൂർ പുഞ്ചറക്കുളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാം. നമസ്കാരം. ഉത്സവമൊക്കെ ആഘോഷിക്കുന്ന അമ്പലത്തിൽ പോയാ? ഇവിടെ ആനകൾക്ക് പൂ കെട്ടുന്ന ഒരാളുണ്ടല്ലോ, ആരാണത്? മധുമാമനാ? എങ്ങനെയുണ്ട് മധുമാമൻ? ആള് പുലിയാണല്ലേ? എന്തൊക്കെ മാലകൾ കിട്ടും? ആനകൾക്കെല്ലാം കിട്ടുന്നുണ്ടോ? എല്ലാ തവണയും കിട്ടും. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇവിടെ അടുത്തുള്ള മാമനാണ്. അത് ശരി. അപ്പൊ മധുമാമനെ ഒന്ന് കാണാം നമുക്ക്. നമസ്കാരം. പേരെന്താണ്? മധു. എവിടെ സ്വദേശം? അവിടെ തന്നെ. അപ്പോൾ ഇവിടെ ആനകൾക്ക് പ്രത്യേകമായിട്ട് ഹാരങ്ങൾ നിർമ്മിക്കുന്ന ആളാണല്ലേ? അങ്ങനെയല്ല, ഒരു 4 വർഷം കൊണ്ട് ഒരാനയ്ക്ക് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനയ്ക്കാണ്? തൃക്കടവൂർ ശിവരാജ്. മാത്രമേ കിട്ടുന്നുള്ളൂ? ആനയ്ക്ക് എന്നെ ഒരു ടീമേ വിളിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ പിറ്റിങ്ങ ഭാഗത്ത് കൊച്ചാൽത്ര എന്ന് പറഞ്ഞൊരു ടീമാണ് എന്നെ കളക്ട് ചെയ്തത്. ഞാൻ ഒരു ചെറിയൊരു ആന പ്രേമിയല്ല, ഒരു ആന സ്നേഹിയാണ്. ഇപ്പോഴും ഒന്നുള്ള ആന സ്നേഹമൊന്നുമല്ല. കൊച്ചിലെ ഓർമ്മ വെച്ച കാലം തൊട്ട് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. പൂരങ്ങൾ കാണാറുണ്ട്. 13 പൂരം തൃശ്ശൂർ പൂരം കണ്ടുണ്ട്. ഉത്രാളിക്കാവ്, നെന്മാറ, തിരുനക്കര, തുറവൂര് ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം പോകുമ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഓലമുടച്ചിൽ കൊച്ചിലെ അച്ഛനും അമ്മയെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഗ്രാതി, എൻ്റെ ഗുരു അച്ഛനും അമ്മയും തന്നെയാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഗ്രാതിയുണ്ട് ഒന്നിനോട് ചെന്ന് പിടിക്കാൻ. ആ ഗ്രാതി തന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഇതുണ്ടാക്കുന്ന പുഷ്പം മാത്രമല്ല, ഈ ഓല കുരുത്തോല വെച്ചാണ് മെയിനായിട്ടല്ലേ? എല്ലാം കുരുത്തോലയാണ്. കുരുത്തോല അല്ലാതെ മറ്റേ മാല അല്ലാതെ കിട്ടും. പൂക്കൾ വെച്ച് കിട്ടും. പൂക്കൾ വെച്ച് ഞാൻ മലയ്ക്ക് പോണ വണ്ടിയിൽ കിട്ടും. കല്യാണമാല കിട്ടും. അങ്ങനെയുള്ള വർക്കുകളെല്ലാം. ഷോപ്പ് വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ഇത് കണക്കുള്ള ഇവിടെ വീട്ടിലിരിക്കുന്ന ഈ പ്രകൃതി കിട്ടുന്ന സുഖം വീട്ടിൽ കിട്ടത്തില്ല. ചൂട്ടിൽ എന്ത് ചെയ്താലും നമ്മളിവിടെ ചെയ്തേ. നമ്മളെ കൂടപ്പറപ്പുകളും നമ്മളെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. എല്ലാം നമ്മളെ കൂടപ്പറപ്പുകളെല്ലാം ഉണ്ട്. ഹെൽപ്പ് ചെയ്യണം. പിന്നെ സമയം എന്ന് പറഞ്ഞാൽ ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയ പണിയാണ് ആ കണ്ടത്. വെട്ടം വെച്ചപ്പോൾ 7:30 മണിയായി, 7:30-8 മണിയായി. ആ ചേട്ടൻ രാവിലെ കണ്ട പാമ്പാട്ടി അണിഞ്ഞ മാല തീർന്നപ്പം. ഇത് അടുത്ത കിരൺ നാരായണൻ എന്ന് പറഞ്ഞ ആനയ്ക്ക് അടുത്തൊരു മാല ശരിയാക്കുകയാണ്. അത് മാത്രമല്ല ഞാൻ റേറ്റിന് പിടിച്ചിട്ടുള്ളത്. പാമ്പാടി ഞാൻ ചെയ്തത് എൻ്റെ ഇതായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. റേറ്റ് പറയുവാണോ അതോ അറിഞ്ഞ് തരുവാണോ? റേറ്റ് ഇപ്പോൾ എനിക്ക് ഫീസ് പറ അറിഞ്ഞുകൂടാ. ബാക്കിയുള്ളവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നീ ഇങ്ങനെ പോയി ചെയ്യരുത്, നീ അത്രയും കൂടെ കൊണ്ടുവരുന്നവർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മാല നിർമ്മാണം, അതിൻ്റെ ഉപകരണങ്ങളും എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ. വെട്ടുന്നത് 4 ഓല 5 ഓല വെച്ച് വെട്ടാനേ പറ്റുള്ളൂ. കത്രിക വെട്ടിയാൽ തീരത്തില്ല. അത് ഇത് കണക്ക് 6 പീസ് 8 പീസ് വെച്ചും സ്റ്റാപ്ലറിനെ അടിച്ച് കൂട്ടി അടിക്കുന്നതാണ് ഇതിൻ്റെ നമ്മൾ രാവിലെ കണ്ട മാലയുടെ പണി. അത് ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഇത്തിരി ടൈം എടുക്കും. 7 അടി നീളമുണ്ട്, 7 14 അടി നീളമുണ്ട്. പിന്നെ ചുട്ടി അത് തന്നെ ഒരു സമയം എടുക്കും അത് അടിച്ചെടുക്കുക. ഇത് അടിക്കുന്നുണ്ടല്ലോ ചേട്ടൻ. ഇത് ശിവരാജനല്ല, ഇത് കിരൺ നാരായണൻ കുട്ടി എന്ന് പറയും, കോട്ടയത്ത്. ആനയ്ക്ക് വണ്ടിയാണ് ഇത് കെട്ടുന്നത്, ശരിയാക്കുന്നത്. ഇത് ഒരു പാട്ടയാണ്, 1 ലിറ്ററിൻ്റെ പാട്ടയാണ്, പെയിൻറ്റ് പാട്ട. ഇത് 2 എണ്ണം കൂട്ടി ഒട്ടിച്ച് ഇത് കണക്ക് തന്നെ ഹോളിട്ട്
ഇതേതാണ് അടപ്പും പശയിട്ട് ഒട്ടിച്ച് ഇൻസുലേഷൻ ടേപ്പിന് ഒട്ടിച്ച് വൺ സൈഡിൽ 15 പീസ് വീഴും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ പുറത്താണ് ആ ഗണ്ണ് നമ്മൾ അടിക്കുന്നത്, നമ്മളെ ഗണ്ണ് വെച്ച് ഉപയോഗിക്കുന്നത്, അടിക്കുന്നത്. ഒരു ടൈം എടുക്കും. ഇതിപ്പോൾ അങ്ങനെ അടിച്ച് കഴിഞ്ഞതാണ്. അടിച്ച് ഒരു തട്ട് ചുട്ടിക്ക് മാത്രം അടി തട്ട് പിൻസാക്കിയുള്ളൂ. ഇത് വെച്ചുകുത്തിയാണ്. മറ്റേ ഒരു കൂർത്ത ഒരു രൂപ എടുക്കാൻ വേണ്ടി വെച്ചുകുത്തി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് അടുത്ത തട്ട് ഇതിനകത്തോട്ട് കൊള്ളിച്ച് കയറ്റി ഇടും. പിന്നെ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഓലമടച്ചിൽ അത് കൊച്ചിലോട്ട് അറിയാം. ഓലമടച്ചിലാണ് ഇത് ചെന്ന് പിടിച്ചത്. അതിപ്പോൾ ഇല്ല, ഇപ്പോൾ ഓലയില്ല, ഒന്നുമില്ല. ഓല വെച്ച് ഒരുപാട് കളിപ്പാട്ടങ്ങളും പിള്ളേർക്കുള്ള കളിപ്പാട്ടം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കും. അതാണ്ട് അടുത്ത ചേട്ടൻ്റെ കയ്യിൽ മൊത്തം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വർക്കുകൾ മൊത്തം ആ ചേട്ടന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഉണ്ട്, മൊത്തം ഫോട്ടോസും ഉണ്ട്. എല്ലാ വർക്ക് ചെയ്യുന്ന ഫോട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വർഷത്തെ മാല ഈ ഫിറ്റിങ്ങിലമ്മയ്ക്ക് വേണ്ടി മറ്റേ കിരൺ നാരായണന് ഞാൻ ചാർത്തയാണ്. രാവിലെ നമ്മൾ കൊടുത്തത് രാവിലെ നമ്മൾ പാമ്പാടിരാന് വേണ്ടി എനിക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നില്ല ഒരു മനുഷ്യന്. അതിൽ ആനയാവാം, കിളിയാവാം, പ്രാവാവാം, ഫോൾസിനോട് എന്തിനു വേണമെങ്കിലാവാം. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ആനയാണ് ഇഷ്ടം. തിരിച്ചു പിടിക്കുക. അപ്പോൾ അത് ഇതായിരിക്കും ഫോട്ടോ വയ്ക്കുന്നത്. ഇത് മാറും. പാമ്പാടിയാണ്ട് നമ്മൾ നാരായണൻ. ഇതാണ് ആ മാല ചേരുന്നത്. അത് തീർന്നിട്ട് എൻ്റെ പേര് എല്ലാം ഫുള്ള് പരവൂര്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇത് കെട്ടണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ശരി. പിന്നെ ഏറ്റവും കൂടുതൽ ക്ഷമയാണ് വേണ്ടത് ഈ ഒരു പണിക്ക്. അതിൽ വേറെ ക്ഷമയാണ്, ഇതിൽ സാമ്പത്തികമല്ല, ക്ഷമ. പരൂർ സ്വദേശി മധു എന്ന കലാകാരനാണ്. കുരുത്തോലയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന മധു എന്ന കലാകാരനെ അധികം ആർക്കും അറിയില്ല. പരൂർ ഉള്ളവർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അവിചാരിതമായി പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. പരമ്പരാഗതമായ രീതിയിലുള്ള ആർച്ചുകൾ, കുരുത്തോലകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് മനോഹരമായ ആർച്ചുകളൊക്കെ അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നു. അതുകൂടെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പരും ഉൾപ്പെടുത്തുന്നു. അപ്പോൾ കല്യാണത്തിന് മറ്റ് ആഘോഷങ്ങൾക്കുമൊക്കെ ആർച്ചുകളും മറ്റുമൊക്കെ നിർമ്മിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടുക. പരൂർ സ്വദേശി മധുവാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനെല്ലാവരും അറിയപ്പെടട്ടെ, ഇനി ഒരു അറിയപ്പെടുന്ന കലാകാരനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. ഓക്കെ. മുറ്റത്തുള്ള എൻ്റെ അയലത്തുള്ളവർക്ക് പോലും അവർ ആരും കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ അയലത്തുള്ളവർ പോലും അറിയത്തില്ല, ഇങ്ങനെ ഒരു വർക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാം.